ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ്, ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തിക്കും ചോറിനും പറ്റിയൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. കുഞ്ഞുള്ളി ഞാൻ ഒരു 300 ഗ്രാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ 300 ഗ്രാം ഞാൻ ചെറിയ പീസസ് ആക്കി. നിങ്ങൾക്ക് ബോൺലെസ് പീസും എടുക്കാം, ബോണിലെ പീസും എടുക്കാം. എന്നിട്ട് എല്ലാം ചെറുതാക്കിയിട്ട് കഷ്ണാക്കിയിട്ട് വയ്ക്കുക. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ തേങ്ങാപ്പൂള്, പിന്നെ തേങ്ങ ഗ്രേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഡ്രൈ റെഡ് ചില്ലി. ആദ്യം നമ്മൾ ഗ്രേറ്റഡ് ആയിട്ടുള്ള തേങ്ങ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കും. അതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 പിടി കറിവേപ്പില. ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കുക. 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇടുക. ഒരു കടുക് പൊട്ടിക്കുക. പിന്നെ തേങ്ങാക്കൊത്ത് ഒരു 2 പിടി ഇടുക. എന്നിട്ട് അത് ഒരു ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന അതിലേക്കിടും. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ സോട്ട് ചെയ്യുക. അപ്പം കുഞ്ഞുള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യും. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വീണ്ടും 10 മിനിറ്റ് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുറിച്ച് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. 10 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനായിട്ട് യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റോളം സോട്ട് ചെയ്യുക. ഒരു ടീസ്പൂൺ പെരുംജീരകം പൊടി ചേർക്കുക. അത് വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പം തുറന്നിട്ട് ഗരം മസാല പൗഡർ ചേർക്കുക, 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് അടുത്ത 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക. ഇത് വീണ്ടും ചിക്കനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ത്രൂ ഔട്ട് കുക്കിംഗ് മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇത് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്യുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീണ്ടും വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തതിന്, ഷെയർ ചെയ്തതിന്, ലൈക്ക് ചെയ്തതിന്, എൻ്റെ വീഡിയോ കണ്ടതിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു അഗെയിൻ.